ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നോടൊരു ബനാന പാൻ കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. ഷുഗറിന് പകരം പനക്കൽക്കണ്ടം യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം പാൽ ഞാനൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്, കൽക്കണ്ടം അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി. ഇതിലോട്ട് ഞാനൊരു ചെറിയ കറുവപ്പട്ട കഷ്ണം സിനമൺ സ്റ്റിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി. ഓപ്ഷനാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടി, ഒരു ചെറിയ ബൗൾ മിക്സർ ജാറിലോട്ട് എടുത്തു. പിന്നെ ബനാന പാൻ കേക്ക് ആയതുകൊണ്ട് ബനാന മെയിനായിട്ട്, അതായത് ഞാനൊരു ചെറിയ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മുട്ടയുടെ വെള്ളം ഞാനൊരു വെള്ളമയമില്ലാത്ത പാത്രത്തിലോട്ട് എടുത്തു. മുട്ടയുടെ മഞ്ഞ മിക്സർ ജാറിലോട്ട് തന്നെ ഇട്ട് കൊടുത്തു. അതിനുശേഷം മുട്ടയുടെ വെള്ളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് നല്ലപോലെ പതഞ്ഞ് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ വെള്ളമയമില്ലാത്ത പാത്രത്തിൽ എടുത്തത്. നല്ലപോലെ ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ, ഏത്തപ്പഴം, ഗോതമ്പ് പൊടി നമ്മൾ ഞാനിവിടെ കാച്ചി വെച്ചത് കൽക്കണ്ടം ചേർത്തത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാല് ചേർത്ത് ഷുഗർ ചേർത്ത് അരച്ചെടുക്കാം. പിന്നെ ആ സ്റ്റിക്ക് ഞാനൊന്നെടുത്ത് മാറ്റും. സ്റ്റിക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് ഞാൻ അരയ്ക്കുന്നതിന് മുന്നൊന്ന് ചേർത്ത് മാറ്റും. അതിനുശേഷം നമുക്ക് മുട്ടയുടെ വെള്ള പതപ്പിച്ചത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാണ്ട് ഫോൾഡ് ചെയ്ത് ഒന്ന് എടുക്കുക. ഇതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ ഇഡ്ഡലി മാവ്, ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സ്പൂൺ അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഇതിന് മുൻപായിട്ട്, ഒരു പഫ്നെസ് കിട്ടാൻ വേണ്ടി പാൻ കേക്കിന്. ഇല്ലെങ്കിലും സാരമില്ല, അതും ഓപ്ഷണലാണ്. അല്ലെങ്കിലും നമുക്ക് നല്ലൊരു പാൻ കേക്ക് തന്നെ ഇങ്ങനെയും കിട്ടും. ദോശമാവ് ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ നല്ലതുപോലെ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ ആപ്പിൾ, ഏത്തപ്പഴം, ബനാന, മുട്ട ഇതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഈ പാൻ കേക്ക്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അതിനുശേഷം ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ ഒരു തവ, അതിലോട്ട് കുറച്ച് ബട്ടർ ഞാൻ തൂത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു തവി മാവ് ഒഴിക്കുക. അധികം നമ്മളത് സ്പ്രെഡ് ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ഇതുപോലെ ഹോൾസ് വരുമ്പോൾ ഒന്ന് മറിച്ചിടുക. അതിനുശേഷം ഒന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ നോക്കുക. കുക്കായെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് മൂടി മാറ്റുക. അതിനുശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ഇതിൻ്റെ പുറമെ തൂത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ. ലോ ടു മീഡിയം, ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ സിനമൺ സ്റ്റിക്ക്, കറുവപ്പട്ടയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.